സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഇന്നൊരു നമ്മുടെ ഒരു ഷോർട്ട് റൈഡാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല, ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ടുള്ള ചവിട്ടണത്. നമ്മുടെ അഫിനും കമറുദ്ദീനും കൂടി മുമ്പിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഫിൻ്റെ അടുത്തൊക്കെ നിന്ന് മോണ്ടറയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളാണ് കേട്ടോ. ജസ്റ്റ് ഒരു റൈഡ് മാത്രമേ ഉള്ളൂ. കുറച്ച് വിശേഷങ്ങൾ കൂടി പങ്കുവെക്കാമെന്ന് കരുതി. വേറെ ഒന്നുമല്ല, ഒരു സന്തോഷ വാർത്തയുണ്ട് പറയാൻ, ഒരു ദുഃഖ വാർത്തയുണ്ട്. സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോള് +2 പാസ്സായി. 78% മാർക്കുണ്ട്. അതിലൊരു BSc കോഴ്സ് ചെയ്യണമെന്നാണ് മോളുടെ ആഗ്രഹം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ദുഃഖ വാർത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ ഉമ്മ 90 വയസ്സുണ്ട്. നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളോട് എല്ലാവരോടും. മരണപ്പെട്ടു ഒരാഴ്ച മുമ്പ്. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. നമ്മുടെ ബാല്യകാലം മുതൽ നമ്മൾ കാണുന്നതാണല്ലോ. 6 മണിക്ക് ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന്. ഒരു 8:45 9 മണി വരെ ചവിട്ടുക, ഒരു 30-40 കിലോമീറ്ററൊക്കെ ചവിട്ടുക. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അതുപോലെ തന്നെ വീഡിയോ മുമ്പ് കാണാത്തവർക്ക് നമ്മുടെ ഫോർക്ക് കിട്ടിയിട്ടാണ് മനുഷ്യ സൈക്കിൾ എംപോറിയത്തിൽ നിന്ന് കിട്ടിയത്. പുള്ളിയാണ് വരുത്തിച്ച് തന്നത്. 1.5 മാസം സമയമൊക്കെ എടുത്ത് ഒന്ന് കൈ കിട്ടാനായിട്ട്. പിന്നെ ഇതിൻ്റെ അഫിൻ്റെ കര അല്ലേ, അടുത്ത കര വീടിത് എന്താണിത്? ഹീറ്റ് സിങ്കിങ് ട്യൂബ് ഇട്ടിട്ട് മറ്റേ ഹോട്ട് ഗണ്ണിലല്ലേ അടി സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ വേറെ നല്ല നല്ല റബ്ബറിൻ്റെ ക്വാളിറ്റിയൊക്കെ ഉള്ള സംഭവമാണ്. ഒന്നും കൂടി നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇത് റെയിൻകോട്ട്, നമ്മുടെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉള്ള ബാഗ്. ഇതിനകത്താണ് ഈ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെയും ബ്രേക്ക് ലൈറ്റിൻ്റെയും മറ്റുള്ള സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഡി ലൈറ്റ് ഇപ്പോഴും വർക്ക് ചെയ്യണ്ട പിന്നെ ഇതൊക്കെ വർഷം 2 ഇപ്പോഴും വർക്കിംഗ് ആണ്. അഫിൻ്റെ വർക്കിംഗ് ആണോ ലൈറ്റൊക്കെ? ഈ രണ്ടിടത്തും ബെയറിങ് കയറ്റി അല്ലേ? ഫ്രണ്ടും ബാക്കും ബെയറിങ് കയറ്റി. മോണ്ട്ര കോഡിന് ഒരു പ്രത്യേകതരം ലുക്കാണ്. ബാറ്ററി ഇല്ലേ? ഈ മിറർ എന്താ രഫിന്? 300 രൂപ അല്ല 2 ആമസോണിലുണ്ട്. 2 300 രൂപ. കമറ വിലക്ക് ആക്കണ്ടേ? ഇത് മോണ്ട്ര ബ്ലൂസിൻ്റെ പഴയൊരു വണ്ടിയുണ്ട്. വി ബ്രേക്ക് ആണെങ്കിലും പിന്നീട് വീലൊക്കെ കയറ്റി മാനുവൽ ഡിസ്ക് ബ്രേക്ക് പിടിപ്പിച്ചൊക്കെയാണ്. ഇത് നോട്ടക്കിൻ്റെ വീലാണ്, ക്വാളിറ്റി ഉള്ളൊരു വീലാണ് കയറ്റിക്കുന്നത്. ഫ്രണ്ടും ബാക്കും പെയിൻ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സംഭവം പുലിയും അല്ലേ? ഹെഡ്ലൈറ്റും പോകണം. പിന്നെ കമറിന് പിടിച്ചാൽ കിട്ടൂല. പഴയ വണ്ടിയായിട്ടെ കമറ് പൊളിക്കാണ്. ഹെൽമെറ്റില്ലാണ്ടാണ് പൊളിയെന്ന് മാത്രം. അത് പറഞ്ഞ പറ്റില്ല. വണ്ടി ഒതുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാരെ പിടിച്ച് പൊളിപ്പിക്കാം. അത് ന്യായം. എന്നിട്ട് കൊടുക്കാല. യെസ്, ഞങ്ങളങ്ങനെ ഹൈവേ കൂടി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യ റൂട്ടൊന്നുമില്ല. കാരണം 8:30 വരെയൊക്കെ ചവിട്ടുക. 5 മണിക്ക് നമ്മൾ 5 മണിക്കാണ് എഴുന്നേറ്റ്. ഒരു 5:45 നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തതാണ്. 6:45 7:45 8:45 9 മണി വരെയൊക്കെ സ്പെൻഡ് ചെയ്ത് പിരിയാന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചവിട്ടുന്നത്. പിന്നെ ഒരു ചായ കുടിക്കാനൊക്കെ നിർത്തും. ഭയങ്കര ഇരുണ്ട് മൂടിയൊരു കാലാവസ്ഥ കേട്ടോ. നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറിൽ ചവിട്ടാൻ സുഖമാണ്. അങ്ങനെ ഞങ്ങൾ വൈറ്റിലെത്തിയപ്പോൾ നമ്മുടെ പ്ലാൻ മാറി. അങ്ങനെ എട്ടപ്പള്ളി വഴി കലൂർ വഴി
MG റോഡ് വഴി കറങ്ങി അടിച്ച് വീട്ടിൽ പോകാമെന്ന് പറയണം. കൊച്ചിയിൽ ഈ പാലമൊക്കെ തന്നെ കയറ്റോട്ടാ. നമുക്കിവിടെ ഹിൽസൊന്നും ഇല്ലല്ലോ, ചുറ്റും കായലും കടലൊക്കെയാണ്. ഇതുപോലെ ബ്രിഡ്ജുകളാണ് നമ്മുടെ ഹിൽ സ്റ്റേഷൻ. അങ്ങനെ പാലയിലോട്ട് എത്തിയിട്ടാ. പാലയിലോട്ടത്തെ ഫ്ലൈ ഓവർ കയറിയിട്ടാണ് പോകുന്നത്. താഴെ കൂടി പോകണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പം കേട്ടോ. സിഗ്നലുണ്ട്, ഫ്ലാറ്റ് റോഡാണ്. നമ്മൾ എക്സസൈസാണ് ഇന്നത്തെ ലക്ഷ്യം എന്നുള്ളതുകൊണ്ട് തന്നെ കയറ്റം കയറിയാണ് പോകുന്നത്. കമറ എപ്പോഴും ഹെൽമെറ്റൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ജോലി സംബന്ധമായിട്ടൊക്കെ തിരക്കിലായിരിക്കും പുള്ളി. രാത്രിയൊക്കെയാണ് വീട്ടിൽ കയറുന്നത്. ഇനി രാവിലെ എണീക്കുമ്പോൾ ഹെൽമെറ്റിന് ചിലപ്പോൾ പെട്ടെന്ന് കാണൂല, അല്ലെങ്കിൽ പിന്നെ പിള്ളേരെയൊക്കെ എഴുന്നേൽപ്പിക്കണം. അപ്പോൾ ഹെൽമെറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കൊരു ഹെൽമെറ്റ് ഒരു ഗസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോഴും ലൈറ്റൊക്കെ ഇപ്പോഴും വർക്കിംഗ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫ്രണ്ടിൽ ഹെഡ് ലൈറ്റ് ഉണ്ട്, ഡിമ്മും ബ്രൈറ്റും പോലെ ഒരു സ്വിച്ച് ഉണ്ട്, താഴേക്ക് മുകളിലേക്ക് ആക്കാനും. അതുപോലെ തന്നെ സൈഡ് വശമൊക്കെ ബ്ലിങ്ക് ചെയ്ത് ലൈറ്റ് വേറെ ഉണ്ട്. ഞാൻ ഈ ഒരു സൈക്കിളിൽ ഇപ്പോൾ ഹെഡ് ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കഴിഞ്ഞ ട്രിപ്പ് വരെ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കമറോട് പറഞ്ഞില്ല, ഇൻഫോം ചെയ്തില്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഹെൽമെറ്റ് കൊണ്ട് വന്നായിരുന്നു. അങ്ങനെ നമ്മൾ കലൂര് ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിനോട് എത്തിയിട്ടാ. സ്റ്റേഡിയം പോകണ്ടല്ലോ, കുറേ വേണ്ടി വിട്ടണോ? എന്നാ വാ, ഒരു റൗണ്ട് സ്റ്റേഡിയത്തിൽ ചുറ്റിയിട്ട് വരാം. പിന്നെ ദേഫിനെ ഇതല്ലേ സ്കൂട്ടർ? ആ, ഇത് കൊള്ളാല്ലേ? ഓ, നമ്മളിത് കല്ലൂരെത്തിയപ്പോഴേ സ്റ്റേഡിയത്തിനോട് നിറച്ചത് യുലു എന്നുള്ള ഈ ബൈക്ക്. ഇത് ട്യൂബ്ലെസ് ആണ് കേട്ടോ. ടയർ ട്യൂബ്ലെസ് ആണ് വരുന്നത്. ഒരാൾക്ക് പോകാം അല്ലേ? ബാറ്ററിയൊക്കെ ഇതിനകത്തിരിക്കും അല്ലേ? പിന്നെ ഇതൊന്ന് കൊടുത്താൽ അഭിനയിച്ച് വേണം മേടിച്ചാനെ. പക്ഷെ മിററില്ലാത്തത് പണിയാണ് ഈ സിറ്റിയിൽ. ലെഫ്റ്റ് റൈറ്റൊക്കെ ഒന്ന് വെട്ടിച്ചൊക്കെ ഇവിടെ പോക്ക് നടക്കുള്ളൂ. അപ്പോൾ മിറർ അത്യാവശ്യമാണ്. സിമ്പിൾ സാധനം അല്ലേ? കൊള്ളാട്ടാ. എങ്ങനെയാണെന്ന് അറിയില്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ആ, അതെ, 40 വഴിയാണ്. പിന്നെ ഇതുപോലെ എവിടെയൊക്കെ അതായത് സ്റ്റേഷനിൽ കൊണ്ട് ഒക്കെ ഇരിക്കണം. ഇത് ബാക്കിൽ ലൈറ്റ് ഉള്ളല്ലേ? ബ്രേക്ക് ലൈറ്റ്. ആ, ബ്രേക്ക്. പോവാ. ഓ, കമറിന്റെ പവർ ഉണ്ട്. രാവിലെ ഊതുകയുള്ള അങ്ങനെ ഒരു 5-6 കിലോമീറ്റർ കൂടി ഉള്ളൂ കേട്ടോ റൈഡ് തീരാൻ. പിന്നത്തെ റൈഡിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയൊരു ഫീലേ. ഇപ്പം എനിക്ക് ഭയങ്കര മൈൻഡൊക്കെ ഓഫായിരുന്നു രാവിലെ ഇറങ്ങിയപ്പോൾ. സൈക്ലിങ് നമുക്ക് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ്, ഒരു മാനസികാരോഗ്യത്തിന് കൂടി നല്ലതാണ് സൈക്ലിങ്. അപ്പോൾ വന്നപ്പോൾ ഒരു മാനസികാവസ്ഥയിൽ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് നല്ലൊരു കാലാവസ്ഥ, ക്ലൗഡി ആയിട്ടുള്ള നല്ലൊരു കാലാവസ്ഥ, അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം എത്ര കിലോമീറ്റർ ചെയ്യുന്നത്? 35. വീട്ടിലേക്ക് ഒരു 5-6-40 കിലോമീറ്റർ അടുത്ത് ചവിട്ട്. അപ്പം എങ്ങനെ ഹാപ്പി അല്ലേ? അവറോ അപ്പം എല്ലാവരും ഹാപ്പി. അപ്പോൾ നമുക്ക് 40-80-120 കിലോമീറ്റർ 3 പേരുടെയും കൂടി കൂട്ടിയിട്ട് ആകെ ചിലവ് ഒരു 3 ലിറ്റർ വെള്ളം. അതാണ് ഈ സൈക്ലിങ്ങിൻ്റെ ഒരു നേട്ടം, ആരോഗ്യ നേട്ടവും അല്ലേ? അപ്പോൾ എല്ലാവരും
അലസമായിട്ടിരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫിസിക്കൽ എക്സസൈസിലോട്ട് കിടക്കുക. പ്രത്യേകിച്ച് ഒരു 40 കഴിഞ്ഞാൽ അല്ലേ അവru ഒരു 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യായാമം അത്യാവശ്യത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ